ഈ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ യൂട്യൂബിന്റെ ഒക്കെ വെളിയിരുന്ന് കുറ്റം പറയാനുള്ള ഭയങ്കര പാടാണ്. ടെൻഷനായി എനിക്ക് ആകെ പാനിക്കായിട്ട്. നാളെ തന്നെ കാശ് പറഞ്ഞു എന്റെ ഒരു സുഹൃത്ത് അന്ന് വൈകിട്ട് തന്നെ കൊണ്ട് കാശിട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് വരുന്നതിന്റെ തലേദിവസം വരെ ഇക്കാ ലാപ്ടോപ്പിന്റെ ആദ്യമേ താമസിച്ചത് ഒരു AC കിടിൽ ഒരു അപ്പാർട്ട്മെന്റ് പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു. അത് പെർ ഡേ നമുക്ക് ഒരു 3000 അടുത്തൊക്കെ കൊടുത്ത രീതിയിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ നിന്ന് 300 കൊടുത്ത ഡോമി വരെ താമസിച്ചിട്ടാണ് ഞാൻ ഷെഹിനെ വിളിക്കുന്നത്. ഷെഹിനെ വിളിച്ചിട്ടും ചോദിക്കുന്ന സ്റ്റേയുടെ കാര്യമല്ല, ഫുഡ് തരാമോന്നാ ചോദിക്കുന്നത്. അങ്ങനെയല്ല. ഓക്കെ, അപ്പോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹോളി ഹാബിറ്റാറ്റ്. ഇന്ന് നമുക്ക് ഇപ്പൊ രണ്ടാൾക്കാർ വന്നിട്ടുണ്ട്. ജിതിൽ ജിതിൽ നമ്മുടെ ഷെയ്നും ജിതിലും അൻഷാദും. ആരാ നമ്മള് ഇവിടെ വന്നിട്ട് 7 വർഷത്തോളായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. അതില് ചിലര് നമ്മളൊപ്പം കൂടിയുണ്ട്. അതില് രണ്ടാൾക്കാരാണ് ജിതിലും അൻഷാദും. അല്ല ഷെയ്നെ? സ്റ്റിൽ സ്റ്റേയിങ്. നമ്മളുടെ ഒരു ഇന്നർ സർക്കിളിലുള്ള രണ്ടുപേരാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോ ജിതിൽ, ഹൗ ആർ യു ഫീലിംഗ്? വെൽക്കം ടു ഹോളി ഹാബിറ്റാറ്റ്. എനിക്ക് ടെൻഷൻ ഉണ്ട് അല്ലേ? ഇത്രയും നേരം ഉള്ള ഒരാളല്ല ഞാൻ. ചിലപ്പോ ഇതിലൊക്കെ കണ്ടിരിക്കുന്നു ചില യൂട്യൂബ് വീഡിയോയിലൊക്കെ. ഇപ്പൊ യൂട്യൂബിൽ വരുമ്പോ അവര് വേറൊരു പേഴ്സൺ ആവും. അപ്പൊ ചോദിക്കുമ്പോൾ എന്താ അങ്ങനെ റൂഡായിട്ട് ക്യാമറ മുന്നിൽ പെരുമാറാത്തത്? പക്ഷെ ക്യാമറയുടെ പിന്നിൽ കംപ്ലീറ്റ്ലി വേറെ ആൾക്കാരാണ്. ഞാനൊക്കെ ആലോചിച്ചിട്ട് ഒരു ലിമിറ്റ് ഇല്ല ആവണം. ഇവന്റെ നേരത്തെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ കണ്ടിട്ട് ഞാൻ ആകെ ടെൻഷനായി. അത് കുഴപ്പമില്ല. അൻഷാദെ, ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു കുറെ കാലം നമ്മളിവിടെ വന്നിട്ട് മെജോറിറ്റി ഓഫ് ദ ടൈം നമ്മൾ ഒപ്പായി. ഒരു കഴിഞ്ഞൊരു 2 വർഷമൊക്കെ ആയിട്ട് മാറി താമസിച്ചത് അല്ലെ? എന്തൊക്കെയുണ്ട്? സുഖം, സന്തോഷം, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അടിപൊളി. പണ്ടത്തെ വെച്ച് നോക്കുമ്പോ ലൈഫൊക്കെ എത്രയോ ബെറ്റർ ആയില്ലേ? അതെ, പണ്ടത്തെ വെച്ച് നോക്കുമ്പോ ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പം. അതെ, ഇതിന്റെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്സ്, പിന്നെന്താ നമ്മുടെ ലൈഫ് ചേഞ്ച് ആയി കുറെ കാര്യങ്ങളിൽ. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇവിടെ. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഇവർക്ക് അറിയുന്നുണ്ടാവില്ല ഇപ്പൊ എങ്ങനെ നമ്മൾ മീറ്റ് ചെയ്തു ബിഗിനിങ്. അപ്പൊ നമ്മളെങ്ങനെ മീറ്റ് ചെയ്തു അത് നമുക്ക് പറയാം. ഇതിൽ നോർമൽ ഇവൻ അത് പറഞ്ഞവൻ ഓക്കെയാവും. ഇവൻ ആൾക്കാരെ കുറ്റം പറയാൻ അല്ല, സത്യത്തിൽ എന്നാലും ഞാൻ അത് കാണിക്കാത്ത രീതിയിൽ സംസാരിക്കാൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത് എയർപോർട്ടിൽ വെച്ചല്ലേ? എയർപോർട്ടില് അല്ല, എയർപോർട്ടിന് മുന്നേ നമ്മൾ ഏജൻസി വെച്ച് സംസാരിച്ചിട്ടില്ല. ഉള്ളത് എയർപോർട്ടിൽ വെച്ചാണ് 2017. അന്ന് കണ്ടു. ഞാൻ ഷെഹിനെ കണ്ടില്ല. സൗരഭും നൗഫലും ആയിരുന്നല്ലോ. ഞാനും അൻഷാദും ഒപ്പം ഇങ്ങോട്ട് വന്നു, സംസാരിച്ചു അല്ലേ? അപ്പൊ നമ്മള് സംസാരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ വന്നു. ഈ നേരത്തെ വന്നു ഒരു അരമണിക്കൂറല്ല, കുറച്ച് ദിവസം മുന്നേ. ഞാൻ നാട്ടിൽ നിൽക്കുമ്പോ ഷെഹിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഷെഹിനെ എന്താ അവിടുത്തെ കാര്യങ്ങൾ? അപ്പൊ ആ ഒരു സീനിയോറിറ്റി എനിക്കുണ്ട്. അല്ല, നമ്മൾ ഒന്നിച്ചത് ആ ഒരു ഏജൻസിയാണ് ഒന്നിപ്പിച്ചത്. അതൊരു ഇച്ചിരി ഫണ്ണി സ്റ്റോറിയാണ്. ഏജൻസിനെ പറ്റി നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് പറഞ്ഞു. നമ്മളെ പല വാഗ്ദാനങ്ങളും തന്ന് പറ്റിച്ച മാതിരി ജിതിലിനെ ഇവിടെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആക്കാന്ന്. നമ്മുടെ ഒരു ഫ്രണ്ടിനെ ആക്കാന്ന് പറഞ്ഞു. ഫുട്ബോൾ ടീമിന്റെ അവിടെ വന്നപ്പോ ടീമും ഇല്ല. പിന്നെ വീക്കെൻഡ്സില് നിങ്ങൾ ജർമ്മനി പോയി കളിക്കാം, അങ്ങനത്തെ ജോബ്. പിന്നെ നിന്റെ വീട് വാർസോയിലാണെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ വീട് വൂച്ചിലാണ്. വീടല്ല, നിന്റെ യൂണിവേഴ്സിറ്റി വാർസോയിൽ, നിന്റെ ഫ്രണ്ടിന്റെ യൂണിവേഴ്സിറ്റി വൂച്ചില്. ഇതിന്റെ നടുക്കാണ് നിങ്ങളുടെ സ്റ്റേ വരുന്നത്. അപ്പൊ അന്ന് പൊട്ടനെ പോലെ നമ്മളിത് ആണോ ഓക്കെ എല്ലാവരും നടുക്ക് വേണ്ടി നമുക്കൊരു വീട് എടുത്തിരിക്കുകയാണ്. അതെ അതെ. വീക്കെൻഡ്സിൽ ജസ്റ്റ് ജർമ്മനി ട്രാവൽ ചെയ്തിട്ട് വർക്ക് ചെയ്ത് തിരിച്ചു വരാം. ഓഫർ എന്തൊക്കെയാ വാഗ്ദാനങ്ങളായിരുന്നു അവര്. പിന്നെ നമ്മള് വാഗ്ദാനങ്ങൾ ഫിനാൻഷ്യലായിട്ടും നമ്മള് എങ്ങുമില്ലാത്ത പൈസ കൊടുത്തിട്ടല്ല. ഞാൻ സത്യം അവരെ കുറ്റം പറയത്തില്ല. ബേസിക്കലി പൊട്ടന്മാരായിരുന്നു. കാരണം ഒരു റിസർച്ചും ചെയ്യാതെ ഈ പറയുന്ന
ഓക്കെ ഇല്ല ഈ കാര്യം പറഞ്ഞപ്പോ ഉണ്ടല്ലോ കുറച്ചെങ്കിലും ആലോചിച്ചതിന് ശേഷം ഞാൻ പൈസ കൊടുത്ത് ഈ പുള്ളി പറഞ്ഞതില് ഒരു ഗിഫ്റ്റ് ഉണ്ട്, നാളെ തന്നെ കാശ് അടച്ചാൽ ലാപ്ടോപ്പ് തരാന്ന് പറഞ്ഞു എന്റെ ഒരു സുഹൃത്ത് അന്ന് വൈകിട്ട് തന്നെ കൊണ്ട് കാശിട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് വരുന്നതിന്റെ തലേദിവസം വരെ ഇക്കാ ലാപ്ടോപ്പ് എന്റെ എന്ന് ചോദിച്ചു ഒരു സുഹൃത്തായിരിക്കും. എന്താ മനസ്സിലെന്ന് വെച്ചാൽ നാളെ പൈസ അങ്ങനെ ഒരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഉണ്ടോ ലാപ്ടോപ്പ് കിട്ടാൻ വേണ്ടി ലാപ്ടോപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തൊരു ഇതാണ്. ഭാവമുണ്ട് ലാപ്ടോപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. അതെ അങ്ങനെ ഒരു സ്റ്റോറി പ്രചരിക്കുന്നുണ്ട്. അല്ല അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ അന്ന് നമ്മളിങ്ങനെ കേറി വന്നിട്ട് നോക്കുമ്പോ റിസർച്ച് ചെയ്യാത്തതിന്റെ കുഴപ്പം നമ്മള് ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരുപാട് സമയമില്ല ഇങ്ങോട്ട് വരുമ്പോ. അതെ, നമ്മള് അന്ന് റിസർച്ച് ചെയ്തില്ല, നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ നമ്മള് വിശ്വസിച്ചു ഇവരെ ഇങ്ങനെ ഇത്രയും നമ്മളെ കൺവിൻസ് ചെയ്തതോടുകൂടി നമ്മൾ വിശ്വസിച്ച്. ഈ കൺവിൻസിങ്ങിന്റെ കാര്യം പറയുമ്പോഴാ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാന് കോട്ടയം ഭാഗത്ത് ഏറ്റവും നല്ലൊരു പറയണ്ടായിരുന്നു. അല്ല അവര് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അവിടെ പോയി ഞാൻ ചോദിച്ചു എനിക്ക് യൂറോപ്പിലോട്ട് പോകാൻ എത്ര ശതമാനം ചാൻസ് ഉണ്ട്. അവര് പറഞ്ഞു 70. അത് കഴിഞ്ഞിട്ട് നമ്മള് എത്ര ശതമാനം ചാൻസ് ഉണ്ട്? എടാ 110. 110% നിന്നെ ഞാൻ എത്തിച്ചിരിക്കും. ഇത് എന്റെ വാക്കാണ്. എത്തിച്ചു. പക്ഷെ പുള്ളി പറഞ്ഞ വാക്ക് പുള്ളി പാലിച്ചു, അതത്രേ ഉള്ളൂ. ഐ മീൻ നമ്മള് എത്തിച്ചു. പക്ഷെ നമ്മൾ നോക്കണം, നമ്മളന്ന് കോഴിക്കോട് പോയ പ്രോഗ്രാമിന്റെ അന്ന് എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു, അതിൽ എത്ര പേര് ഇവിടെ നമ്മളുടെ ഒരു ലക്ക് ഓർ നമ്മളുടെ ഒരു എന്തൊക്കെയോ പറയാം. അതുകൊണ്ട് നമുക്ക് മോളിലിരിക്കുന്ന ആളുടെ മോളില് ഇവിടെ അമ്മൂമ്മയല്ലേ, അമ്മൂമ്മ ഇതില് ഇവിടെ വിട്ടുണ്ടോ? സൗരഭ്യം നമ്മൾ ആക്ച്വലി കാണുന്നത് എയർപോർട്ടിൽ വെച്ചല്ല. ഞങ്ങള് ഈ വിസ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി 1 മാസം മുമ്പേ നിൽക്കുക. മുംബൈയിൽ ഈ മുംബൈയിലത്തെക്കാട്ടി മുന്നേ നമ്മള് കോഴിക്കോട് വെച്ച് നിന്റെ ഈ പരിപാടി നമ്മള് എനിക്ക് ഓർമ്മയില്ല. നിനക്ക് ഓർമ്മയില്ലേ? പല സ്റ്റോറീസ് എനിക്ക് നിങ്ങളുടെ മറ്റൊരു ഫ്രണ്ടിന് ഓർമ്മയുണ്ട്. അപ്പൊ ഈ പറഞ്ഞു വന്നതിനായിരുന്നു എയർപോർട്ടിൽ വെച്ചല്ല കണ്ടതെന്ന്. എയർപോർട്ടിൽ തന്നെ നമ്മൾ 1 മാസം ഞങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് വിസയ്ക്ക് ആ വിസയുടെ സമയത്ത് തന്നെ നമുക്ക് വിസ കിട്ടാതെ എത്ര സമയം നമ്മള് മുംബൈയിലൊക്കെ 1 മാസം ആ സമയത്ത് വിസ നമുക്ക് സ്ലോട്ട് കിട്ടുന്നില്ല. അപ്പം ഇതിന്റെ ബ്ലാക്ക് മാർക്കറ്റിൽ ഒരു ഇതുപോലെ പൈസ കൊടുത്ത് ഒരു സ്ലോട്ട് എടുത്ത് ഡ്രൈവ് ചെയ്തിട്ട് തന്നെ അങ്ങനെയാണ് ഡേറ്റ് കിട്ടിയത്. അതിനുവേണ്ടി 1 മാസം അവിടെ നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മുംബൈ എക്സ്പ്ലോർ ചെയ്തു. ഇല്ല, എന്നെ വിളിച്ചു പറയുന്നത് നാളെ രാവിലെയാണ് എന്റെ ഇന്റർവ്യൂ, ഇപ്പൊ തന്നെ കേരളമെന്ന് പറഞ്ഞു. പക്ഷെ അതുണ്ടല്ലോ ഇവർക്ക് എന്റെ അടുത്താണ് ആദ്യം ഇവര് പറയണത് ഇങ്ങനെ നാളെ രാവിലെയാണ്. അപ്പൊ നാളെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി. ഫ്ലൈറ്റിലാണ് പോയത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിൽ വരണം, ട്രെയിനൊന്നും വന്നാൽ പറ്റില്ല, ഫ്ലൈറ്റിൽ രാവിലെയാണെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിൽ പോയിട്ട് എന്നിട്ട് അവിടെ 1 മാസം നിന്ന്. എന്നിട്ട് പിന്നെ ഇവരുടെ അടുത്തൊക്കെ പിറ്റത്തെ ആഴ്ച എന്നിട്ട് ഞാൻ ഇവരെ വിളിച്ചു പറഞ്ഞു. എനിക്ക് ഇതേപോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു ദീപാവലിയുടെ പിറ്റേ ദിവസമാണ് ഞാൻ പോകുന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഷെയ്ഖിന്റെ പാസ്പോർട്ട് വിസ അടിച്ച് ഒരു പുള്ളി കാറ്റ് ചെയ്തു. ഇവന് കിട്ടുന്നത് ഇവൻ കാണുന്നതിന് മുമ്പേ ഇവന്റെ പാസ്പോർട്ട് വിസ ഞാൻ കണ്ടത്. അത് കണ്ടിട്ടാണ് അപ്പോഴാണ് എന്നിട്ട് അങ്ങനെ ഒരു വിസ എന്താന്ന് അവൻ കാണുന്നത്. അതായിരുന്നു മാർക്കറ്റിംഗ് ടെക്നിക്ക്. അങ്ങനെയാണ് വിസ കണ്ടത്. അന്ന് തന്നെ അത് കാണിച്ചിട്ട് അവര് മാർക്കറ്റിംഗ് എന്റെ വിസ കാണിച്ചിട്ട് എല്ലാരോടും പറഞ്ഞത് അപ്പൊ തന്നെ നമ്മൾ ഈ പൈസ കൊടുക്കണമല്ലോ ഡേറ്റ് എടുക്കാനായിട്ട്. അതും ഓൺ സ്പോട്ട് എടുത്ത് കൊടുത്തു കാശ്. എല്ലാം സ്പോട്ട് പേയ്മെന്റ് ആയിരുന്നു. ഡാഡി ശീലിപ്പിച്ച അങ്ങനെ അവനെ സ്പോട്ടിൽ പേയ്മെന്റ് ചെയ്യാൻ ചെയ്ത് പടപടക്കുന്ന കാര്യങ്ങളാണ്. ആ സമയത്താണ് മെക്ഡൊണാൾഡ്സിന്റെ ഏറ്റവും വലിയൊരു ഫോൾട്ട് അവിടെ. ആ സമയത്ത് ഒരു സമയത്ത് അവിടെ പോയി ടേബിളില് നമ്മുടെ നമ്പരുമായിട്ട് പോയിരിക്കുമ്പോഴത്തേക്ക് ആ സമയത്ത് 2070 അത് ഇതായി വരുന്നതേ ഉള്ളൂ. ടേബിളിലേക്ക് കൊണ്ടുതന്ന് സെർവ് ചെയ്യുന്നേ. അതായത് ഈ മുംബൈയില് വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് മെക്ഡൊണാൾഡ്സ് പോകുമ്പോ ഈ മെക്ഡൊണാൾഡ്സിന്റെ ഒരു എംബസിയുടെ താഴെ തന്നെ മെക്ഡൊണാൾഡ്സ് ഉണ്ട്. ഈ ചൂടത്ത് കുറച്ചേരം AC കൊള്ളാൻ വേണ്ടി അതിന്റെ കയറി ഇരുന്ന ആക്ച്വലി ഒരു കാപ്പി.
കാപ്പി കുടിക്കാൻ വേണ്ടി കയറി ഇരുന്നപ്പോഴാണ്. അപ്പം ഈ കയറി ഇരിക്കുമ്പം കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ നിന്ന് ഫുഡ് കൊണ്ട് നമ്മുടെ കറക്റ്റ് നമ്മുടെ അവിടെ കൊണ്ട് വെച്ചിട്ട് പോകും. എന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തില്ലല്ലോ. ഞാൻ അൻഷാനോട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിപ്പുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തില്ല, ആരുടെ ഫുഡാ അവനൊന്നും അറിയത്തില്ല. നമുക്കൊരു 10 മിനിറ്റ് നോക്കാം, തിന്നുന്നുണ്ടോ 10 മിനിറ്റ് നോക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. അപ്പൊ ഇവൻ പറഞ്ഞു നീ ആ സൈഡിൽ നോക്കും, ഞാൻ ഈ സൈഡിൽ നോക്കാം. ഞാൻ ഈ സൈഡ് നോക്കാം. നമ്മളില്ല, ആരും വരുന്നില്ല. ഒരു പുള്ളി വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യും, ഒരു പുള്ളി വരുന്നുണ്ട് അടുത്ത സൈഡ്. 10 മിനിറ്റ് കഴിഞ്ഞു, നേരെ ഞങ്ങളത് പൊട്ടിച്ചു, ഞങ്ങൾ സ്ഥലം വിട്ടു. ഒരു ഫോൾട്ടാണ്. അതെന്താ അപ്പൊ ഓർഡർ ചെയ്ത് ടേബിളിൽ കൊണ്ടുവയ്ക്കുന്ന ആരും ശ്രദ്ധിക്കാനില്ലേ? എനിക്ക് തോന്നേ ഈ ഓർഡർ മാറിപ്പോകുന്ന ഇല്ല, പക്ഷെ ഞങ്ങൾ സാധനം ഞങ്ങൾക്ക് തന്നെ കൊണ്ട് തന്നു. അത് ഞങ്ങൾക്ക് ഓൾറെഡി കൊണ്ട് തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുവായിരുന്നു. അപ്പോഴാണ് ഇത് പിന്നെയും രണ്ടാമത് കൊണ്ട് തന്നത്. മീഷോന്റെ എററോ എന്തോ സംഭവം. പിന്നെ എററാണോ ഇനി? അല്ല, ഇത് ഒരു തവണയല്ല, ഇതേ പിന്നെ ഇതിനു വേണ്ടി തന്നെ 2 തവണ മക്ഡൊണാൾഡ്സ് ഒരു തവണ ഇത് വന്നില്ല, വേറൊരു തവണ വരികയും ചെയ്തു. ഈ ഒറ്റ കാര്യം കൊണ്ട് മക്ഡൊണാൾഡ്സ് പിന്നെയും കേറിയിട്ടുണ്ട്. അത് ഞാൻ അന്ന് ഈ പൈസ മക്ഡൊണാൾഡ്സ് നമ്മുടെ ലൈഫ് തമ്മിൽ ഒരുപാട് കണക്ഷൻ അന്ന് അവിടെ തൊട്ടേ കണക്ട് ആയതാ. അന്നേ വരച്ചു മക്ഡൊണാൾഡ്സ് നമ്മളുടെ. ആദ്യം ഈ 1 മാസം നിന്നപ്പോഴത്തേക്ക് അടുത്ത ഫസ്റ്റ് 2 വീക്സ് ഓക്കെ ആയിരുന്നു, ഫിനാൻഷ്യലി എല്ലാം ഓക്കെ. പിന്നീട് പൈസ ഇല്ലാണ്ടായി. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, ബ്രഞ്ച് ഇല്ല, അവിടെ ചെന്നിട്ടുള്ള സ്റ്റേ തൊട്ടുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ പറയണം. അതായത് ആദ്യമേ താമസിച്ചത് ഒരു AC കിടിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു. അത് പെർ ഡേ നമുക്കൊരു 3000 അടുത്തൊക്കെ കൊടുത്ത രീതിയിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ നിന്ന് 300 കൊടുത്ത ഡോമി വരെ താമസിച്ചിട്ടാണ് മുംബൈയിൽ നിന്ന് ഇറങ്ങുന്നത്. ലാസ്റ്റ് ആയപ്പം ഞങ്ങളുടെ ഇത് സബ്മിഷൻ കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു ചെലവ് കുറയ്ക്കാൻ വേണ്ടി നീ നാട്ടിൽ കയറി പൊക്കോ, പാസ്പോർട്ട് വഴി ഞാൻ വന്നേക്കാം. ഈ അവസാനം 300 കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്ക് അയ്യോ അത് അറിയില്ല, അത് ഞാൻ തന്നെ പറയാം. അല്ല 4 അടി നീളം. ഇതില് ഓണമുണ്ട്, പുള്ളിക്ക് ആകെ ഇത്രയും നീളേ ഉള്ളൂ. ഞങ്ങൾക്ക് അത്യാവശ്യം പൊക്കം ഉണ്ടല്ലോ. ഈ ഫ്ലാറ്റിൽ ചെന്ന് കേറിയപ്പോ തന്നെ ഒരു വശപ്പശ മൊത്തത്തിൽ എല്ലാം നോക്കുന്നുണ്ട്. പിന്നെ അടുത്ത റൂമിലോട്ട് കയറുന്നത് ഞാൻ ഇങ്ങനെ തല ഇങ്ങനെ വെച്ചാ കേറിയത്. റൂമിലോട്ട് കേറിയപ്പോ ഒരു ബെഡ് കിടപ്പുണ്ട്, കേറുക അകത്ത് കിടക്കുക, അനങ്ങരുത്, ആകെ ഉള്ളൊരു ഇത്. അത് കഴിഞ്ഞ് രാവിലെ അല്ല പറയുന്നതൊക്കെ രാവിലെ ആയപ്പോ ഒന്ന് ബാത്റൂമിൽ പോണല്ലോ, ടോയ്ലറ്റിലോട്ട് കേറി ചെന്നിരുന്നു. ഇതാണ് ക്ലോസറ്റ്. ഇങ്ങനെ ഇരുന്നു, എഴുന്നേറ്റപ്പോ നേരെ തല ശവറയിലായിരിക്കുന്നത്, അതിനുള്ള ഗ്യാപ്പ് പോലും ഇല്ല. അതിനകത്തുനിന്ന് ഇറങ്ങി വന്ന് അയാളെയും തെറി വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ ഇവനോട് പറയുന്ന ഇത് അയാളുടെ ഹൈറ്റിനാ ഇവിടെ അയാളുടെ രീതി മൊത്തം പണിതേക്കുന്നത്. അവിടെ ആ ക്ലോസറ്റ് ഇരിക്കാൻ വേണ്ടിയുള്ള ഹൈറ്റില്ല ബാത്റൂം. അതെ, എന്നിട്ടുണ്ടല്ലോ ക്ലോസറ്റിന്റെ ഫ്രണ്ട് ഈ ഫ്ലാപ്പ് അടച്ചിട്ട് അതിലിരുന്നിട്ട് തന്നെ കുളിക്കുക, അതേ ഉള്ളു വകുപ്പ്. പിന്നെ നിന്ന് കുളിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നിന്ന് കുളിക്കേണ്ടി വരും. ആ ഒരു രീതിയിൽ നിന്ന് കുളിക്കാൻ പറ്റത്തുള്ളൂ. അതായിരുന്നു അവിടുത്തെ ഏറ്റവും കിടിലൻ ഒരു എക്സ്പീരിയൻസ്. അത് കുടിക്കണം. ഇങ്ങനത്തെ ഒരു അവസ്ഥയെ പെട്ട് നിൽക്കുന്നവർക്ക് ഒരുപാട് 300 പെർ ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പല്ലേ? ഭയങ്കര ചീപ്പ്. അവസാനം ഇപ്പൊ അതേ ഉള്ളൂ. മുംബൈയില് അവസാനം ആയപ്പോഴത്തേക്കും പൈസ ഫുള്ള് തീർന്നേ. അപ്പൊ പിന്നെ ആ പൈസക്ക് നിൽക്കേണ്ട ഒരു സ്റ്റേ നിന്നേ പറ്റത്തുള്ളൂ. വീട്ടിൽ വിളിച്ച് പൈസ വയ്ക്കാൻ പറ്റൂല. നമ്മള് കൊറേ നോണയും ഒക്കെ പറഞ്ഞ് എങ്ങനെയും പിടിച്ചു നിൽക്കണം. നമ്മള് വീട്ടിൽ നിന്ന് ചോദിക്കുക എന്തായി പല ടൈപ്പ് പേപ്പറുകൾ ഇവിടെ പ്രോസസ് ചെയ്യുന്നുണ്ടെന്നാ വീട്ടിൽ പറയുന്നത്. നമ്മൾ രാവിലെ എംബസി പോകുന്നു, അവിടെ വെയിറ്റ് ചെയ്യുന്നു, ഒന്നും നടക്കുന്നില്ല, തിരിച്ച് നമ്മൾ വീട്ടിൽ വരുന്നു, ഇരിക്കുന്നു. ഇത് തന്നെ ഡേ ബൈ ഡേ നടക്കുന്നത്. ആകെ ചോദിക്കുമ്പോ ഇവര് പറയുന്ന കേസ് യെസ് നാളെ രാവിലെ അപ്പോയിന്റ്മെന്റ്, ഇതല്ലാതെ വേറെ ഒന്നും നമ്മളോട് ഏജൻസിക്കാര് അത്യാവശ്യം വിളിച്ചു ചോദിക്കുമ്പോ ജിതിലൂട്ടാ അത് നമ്മള് നോക്കുന്നുണ്ട് മാക്സിമം. ജിതിലൂട്ടാന്നൊക്കെ എന്നെ വിളിക്കുന്നത്. ഈ അവസാനം ആയപ്പോഴത്തേക്കും സംസാരത്തിന്റെ ഇതൊക്കെ മാറി കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ചു. അതെ, ഫ്രണ്ടിന്റെ പേര് പറയാമല്ലോ അല്ലേ? അതെ ആസിഫൂട്ടാ, ആ ടോണിൽ എന്നോട് സംസാരിക്കില്ല കേട്ടോ. പക്ഷെ ഇത്രയും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പോലും പുള്ളി തിരിച്ചു പറഞ്ഞത് ഇങ്ങനെ ആസിഫൂട്ടാ ഈ ടോണിലല്ലോ. അതിന് അവൻ ഞങ്ങളോട് അപ്ലൈ ചെയ്ത അവന് റിജക്ഷൻ കിട്ടിയ. പിന്നെ അവൻ ഇതൊന്നും ഈ ഏജൻസി ഒന്നും വഴി അല്ലാതെയാണ് ഇങ്ങോട്ട് തന്നെ അപ്ലൈ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് കയറി വന്നു.
നമ്മള് സമീന്റെ എപ്പിസോഡ് പറഞ്ഞു ഏജൻസിയുടെ ആവശ്യമൊന്നും പല കാര്യം എന്താ വെച്ചാല് അവൻ വരാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ മനസ്സിലായി എന്താ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇപ്പം ഈ +2 കഴിയുന്ന സമയത്ത് പറഞ്ഞു തരാൻ ആരുമില്ല. ഇല്ല അന്നത്തെ കാലത്ത് ഇന്ന് ഈ പറയുന്ന പോലെ അന്നത്തെ പോലെ ഇപ്പോഴത്തെ പോലത്തെ ഈ സോഷ്യൽ മീഡിയയും ഒന്നുമില്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള. പിന്നെ വീഡിയോസ് കുറവാണ്. പിന്നെ അതൊന്നും കാര്യം കുറവാണ്. പിന്നെ റിസർച്ച് ചെയ്യാൻ പോയില്ല. അതാണ് പിന്നെ മടി. ഇപ്പൊ പിന്നെ നാട്ടില് ഇങ്ങനെ റിസർച്ച് ചെയ്യേണ്ട കാര്യമില്ല. അയൽവക്കത്തെ ഏതെങ്കിലും ഒരു വീട്ടിലെ പയ്യൻ യൂറോപ്പിലോ അല്ലെങ്കിൽ കാനഡയിലോ ആണ്. അപ്പം പേപ്പർ വർക്ക് ഒക്കെ ഇപ്പൊ വീട്ടിലെ അമ്മമാർക്ക് വരെ കാര്യങ്ങൾ അറിയാം. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പേപ്പർ അതെന്റെ മോന് 2 ആഴ്ച മുമ്പ് വന്നായിരുന്നു, അതാ ഇപ്പോഴത്തെ ടോക്ക് നാട്ടിലെ. എക്സ്പെഷ്യലി പോളണ്ടില് നമുക്ക് ആരും ഇല്ല. നമുക്ക് ആരോ ചോദിച്ചത് നമ്മൾ ഏജൻസിന്റെ അടുത്താ ചോദിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം. എന്നിട്ട് അവരുടെ ആൾക്കാരുടെ നമ്പർ നമുക്ക് ഇവര് വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെയായിരുന്നു. എനിവേ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നു. അല്ല അവിടുന്നും ഇവരുടെ ദുരിതം തീർന്നില്ല. ഇവിടുന്ന് ഞാൻ പറഞ്ഞ ആ കഥ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇവിടെ എത്തി, ഞാനും നൗഫലും ആകെ പാനിക്കലാണ്. നമുക്ക് കുറെയൊക്കെ സത്യങ്ങൾ മനസ്സിലായി. ഏജൻസി കുറെ നുണ പറഞ്ഞു. നമ്മൾ ഇവിടെ എത്തുന്നത് അറിയാത്തൊരു സ്ഥലത്താണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ ആൾക്കാരുടെ ഒക്കെ സംശയമാണ്. ഇപ്പൊ ഞാനും നൗഫലും നമ്മളെ ഏജൻസി ഏൽപ്പിച്ച ഒരാളൊപ്പം പോയി. അപ്പൊ ജിതിലും അനുഷാദ് എന്നോട് ഇങ്ങനെ പറയുന്നില്ല. നമുക്ക് ഒരു കാര്യം പറയട്ടെ, നമുക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവര് നമ്മള് അവരിപ്പം പോട്ടോ. ഞാൻ റേഞ്ച് ഇട്ടാ പറയുന്നത്. അതായത് ഞങ്ങൾക്ക് അവിടെ ആളുണ്ട്. ഞാൻ ചേച്ചിയുടെ ഒപ്പം ഞങ്ങൾ പോകും. ഞാൻ പറയും നൗഫലിനോട് നമുക്ക് അവരുടെ പറ്റിക്കോ. ശരിക്കും സൗരഭൊക്കെ വിചാരിച്ച ആ സമയത്ത് ഇവര് പെട്ടു, ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾക്ക് അറിയാവുന്ന ആരും ഇവിടെ ഉണ്ട്, അവന്മാര് സെറ്റ് എന്നുള്ള രീതി ഇവന്റെ മൈൻഡിലുണ്ട്. പക്ഷെ ഇതെല്ലാം നേരെ അങ്ങനെ ചേച്ചി ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇതുപോലെ ഒരു ചേച്ചി വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞു. ആ ചേച്ചി ഇവിടെ വന്നു, ഞങ്ങളെ പിക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ ഉണ്ട്, നിങ്ങൾ ചാറ്റ വന്നു നമ്മളെ കാട്ടിപ്പോയത്. നമ്മുടെ സജിത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ചേട്ടൻ ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് പോയി. ഞങ്ങളെ ഈ ചേച്ചി വന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോയി. അപ്പൊ ഞങ്ങൾ ചാറ്റ ബൈ പറഞ്ഞു, ഞങ്ങൾ പോയി. അപ്പം ഈ ചേച്ചി ഇതേ പറഞ്ഞ പോലെ ഞങ്ങളെ ഒരു ഡോമി കൊണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. എന്തോ ആ സമയത്ത് ഡോം എല്ലാം ഫിൽഡ് ആയിരുന്നു. റാസ്ബസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. ആ സമയത്ത് ഡോം എല്ലാം ഫിൽഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങള് ഒരിടത്ത് സ്റ്റേ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് ഈ ചേച്ചി എന്നെ ചെയ്ത് ഞങ്ങളെ അവസാനം കോസ്റ്റ കോഫി കൊണ്ട് ഇരുത്തിയിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇപ്പൊ ഇരി, ഒരു ചായ കുടിച്ചില്ല. അടിച്ചു. ഇപ്പൊ തിരിച്ചു വരാന്ന് പറഞ്ഞ രീതിയിൽ പോക്ക് പോയി. ഒന്നാമത്തെ കാര്യം ഇത്രയും നേരത്തെ ഫ്ലൈറ്റ് നമ്മൾ ഓർമ്മയിട്ടില്ല. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നത് തന്നെ പല സ്ഥലത്ത് ഇറങ്ങിയാ വന്നത്. നല്ല ലേവറുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മള് കൊച്ചിന്ന് ബോംബെന്ന് UK ആണ് ഇങ്ങോട്ട് അങ്ങനെ വന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ യൂറോപ്പിലോട്ട് ഫസ്റ്റ് ടൈം ഈ തണുപ്പ് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ വരാത്തതിന് പിന്നെ എല്ലാ കാര്യങ്ങളും അറിയാലോ. പ്രോപ്പർ ജാക്കറ്റ് ഇല്ല, ഡെനിം ജാക്കറ്റ് ഇട്ടോണ്ടാണ് വന്നത്. ഇപ്പൊ ഈ തണുപ്പ് പിന്നെ വിശക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇവിടെ ഈ ക്രോസന്റും അല്ലാതെ വേറെ ഒന്നും കഴിക്കാനായിട്ട് അവിടെ വേറെ അറിയില്ല എവിടെ പോയി കഴിക്കണം. ബാങ്ക് അക്കൗണ്ട് ഒന്നുമില്ല. അപ്പൊ ഈ കോസ്റ്റ് കോഫി നിന്ന് കോഫിയും ക്രോസോണും എല്ലാം കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കും, വിഷമിച്ചിരിക്കും, ഉറങ്ങണം. ഇരുന്ന് ഉറങ്ങാനും അറിയത്തില്ല. അത് പഠിച്ചിട്ടില്ല. 24 hours ഒരു കോസ്റ്റ കോഫി ആയിരുന്നു നമ്മുടെ റെയിൽവേയുടെ അടിയില്. ആ സമയത്താണ് നിങ്ങൾ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അവിടെ ഫ്ലാറ്റിൽ പോയി. ഫസ്റ്റ് ദിവസം നമുക്ക് ചോറും കറിയും കിട്ടി. ഇതൊക്കെ കഥകൾ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. പിന്നീടാണ് പിറ്റേ ദിവസം ഈ ചേച്ചി വരുവാ ഒരു 10 മണിയായപ്പം. ഞങ്ങൾ എന്നിട്ട് റൂം തപ്പുക. ഈ ചേച്ചി ഇരുന്ന് അപ്പം റൂം തപ്പുക. ഞങ്ങളുടെ ലഗേജ് എല്ലായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് റൂം തപ്പി വേറൊരു റൂം കണ്ടുപിടിച്ചു. അവിടെ പോയി. എന്നിട്ട് അവിടെ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് കബാട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇല്ലേ മെട്രോ കയറി അങ്ങേ അറ്റത്തെ ഒരു സ്റ്റോപ്പാ, അത് കാട്ടില്ലാതെ. അവിടെ പോയി ഒരു അപ്പാർട്ട്മെന്റ് കണ്ടു. ആ അപ്പാർട്ട്മെന്റ് കണ്ടപ്പോഴത്തേക്ക് ആ സമയത്ത് 2 കൂട്ടർ അത് കാണാനുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടു, പിന്നെ ഇവിടുത്തെ പോലീസുകാരും കണ്ടു. അപ്പം എന്നായാലും ആ ഓണർ പോലീസുകാർക്കല്ലേ കൊടുക്കും. അങ്ങനെ ആ പോലീസുകാർക്ക് കൊടുത്തു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതേപോലെ ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു അയാളോട്, വീടില്ല, പുതിയതാണ്, നോക്കുമ്പോ പെട്ടിയൊക്കെയായിട്ട് നിൽക്കുമല്ലേ. അപ്പൊ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ ഇതിനൊരു തീരുമാനം പറയത്തുള്ളൂ. 2 ദിവസം വേണമെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് നിന്നോ, ഫ്ലാറ്റ് ആക്കരുത്, നല്ലപോലെ നോക്കിക്കോണം, ഒന്നും അറിയത്തില്ല, ഒരു ID പോലും മേടിക്കാതെ ഞങ്ങളോട് അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അപ്പോഴാ ഒന്ന് എനിക്ക് ആശ്വാസമായി. ബെഡ് നേരെ പോയി ഒറ്റ കിടന്നു. അപ്പോഴാ ഒന്ന് കിടക്കുന്നത്. 2 ദിവസം കിടക്കുന്ന ഇറങ്ങി. പിന്നെ ഇവന്റെ അമ്മ വെട്ടേക്ക് കൊടുത്തു. ഞാൻ എന്നിട്ട് ഇവന്റെ അമ്മ ഈ വെട്ടേക്ക് ബാഗിലോട്ട് വെക്കാൻ നേരത്തെ ഇവൻ പറഞ്ഞു, വേണ്ട വെട്ടേക്ക് യൂറോപ്പിലോട്ട് പോകുന്നില്ല, വെട്ടേക്ക്. ആക്ച്വലി ഒരാഴ്ച വെട്ടേക്കിന്റെ ടേസ്റ്റ്.
അങ്ങനെ ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 2 ദിവസം കഴിഞ്ഞ് മാറി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഹോസ്റ്റലിൽ കാശ് കൊടുത്ത് നിന്നു. ദിവസം 40 സ്ലോട്ടി വെച്ച് കൊടുത്ത് നിന്നു. 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ഷെഹിനെ വിളിക്കുന്നത്. ഷെഹിനെ വിളിച്ചിട്ടും ചോദിക്കുന്ന സ്റ്റേയുടെ കാര്യമല്ല, ഇച്ചിരി ഫുഡ് തരാമോ എന്നാ ചോദിക്കുന്നത്. അങ്ങനെയല്ല ചോറ് തരാമോ. അങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഷെഹിന്റെ അങ്ങോട്ട് പോവാ, ഞങ്ങൾ ലഗേജ് ഒന്നും എടുക്കുന്നില്ല, ഷെഹിന്റെ വീട്ടിൽ പോവാ. അവിടെ പോയി നമ്മുടെ ആഫ്രിക്കൻ സ്കെയിലായിരുന്നു സാർ. ഷെഹിന്റെ അവിടെ പോവാ. ഷെഹിൻ ചോറും മോരും ബീഫും കഴിച്ചോണ്ടിരുന്നപ്പോ എന്റെ കണ്ണ് നിറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഷെഹിനാണ് എനിക്ക് അത് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. ഷെഹിനാണ് എനിക്ക് ഞങ്ങൾക്ക് ആദ്യം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ചത്, ഞങ്ങൾ ഈ അപ്പം ഞങ്ങളപ്പോ ഇവരുടെ റൂമിലാണ്, ഇവര് കട്ടിലെ കിടക്കുക, ഞങ്ങൾ ഈ തറ കിടന്നോളാന്ന് പറഞ്ഞു. ഇവര് അത് ഓക്കെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം റൂം സാധനം എടുത്തോണ്ട് റൂമിലോട്ട് വന്നു. അങ്ങനെയാണ് നമ്മള് ഒരുമിച്ച് അങ്ങനെ പിന്നെ ഒരു കാലം അവിടെ തുടങ്ങായി. അവിടെ നമ്മള് വന്ന സമയത്ത് 3 റൂമുള്ള ഒരു അപ്പാർട്ട്മെന്റ്, വലിയ അപ്പാർട്ട്മെന്റ് ആണ്. അവിടെ 10 പേരാ താമസിക്കുന്നത്. ആലോചിച്ച് അത് രാത്രിയൊക്കെ കുക്ക് ചെയ്യണത് നല്ല സദ്യയൊക്കെ ഉണ്ടാക്കുന്ന 10 പേർക്ക് നമ്മള് ചോറും കറി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മള് നേരത്തെ കഴിക്കുന്നവർക്ക് കാൽ പീസ് ചിക്കൻ കറിയില്ലേ. വർക്കൊക്കെ കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് വരുന്നവർക്ക് ഈ കറി എല്ലാം കൂടെ ഡ്രൈ ആയിട്ട് ലാസ്റ്റ് ആ പാത്രത്തിന്റെ അറ്റത്ത് ചോദിക്കും ഫുഡ് വെച്ച്. അതല്ല വിറ്റ് നമ്മൾ അന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴേ ട്രാവൽ അന്നോട്ട് ഓർമ്മയുണ്ട്. മറ്റേ ട്രോളി ബാഗ് പക്കയായിട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്നു. കാശ്മീർ എന്നിട്ട് അല്ല അന്നത്തെ അവിടെ ആൾക്കാരൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അന്ന് 100 സ്ലോട്ടിക്ക് എന്തൊക്കെ സാധനം മേടിക്കാം. 100 രൂപയ്ക്ക് നമ്മള് 10 പേർക്കുള്ള ഫുഡ് വാങ്ങി. 100-150 ഒരാഴ്ച ഒരു നേരത്തെ ഫുഡ് ഒരുപാട് 10 പേർക്കാ. നമ്മൾ അന്ന് എന്താ കഴിക്കുക? അന്നൊക്കെ ചിക്കൻ കറി ചോറുണ്ടായില്ലേ. ഇപ്പൊ 150 സ്ലോട്ടിക്ക് എന്താ കിട്ടുക? ഇപ്പൊ എന്താണ് ഒരാഴ്ചക്ക് വേണം 2 ആൾക്കാർക്ക് 150. അല്ല അന്നത്തെ കുറെ വിറ്റുണ്ട്. നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന കേസ് പറയുമ്പോ 2 ഡിപ്പാർട്ട്മെന്റാ, 5 ആൾക്കാർ കുക്കിംഗ് ടീമും ടീമുമാണ്. അപ്പൊ അതിൽ ചില ആൾക്കാര് വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞിട്ട് പിന്നെ പോവും. കുക്കിംഗ് ടീമാണ്. ചില ആൾക്കാരുണ്ട് സബോള മാത്രം തൊലി കളഞ്ഞിട്ടും അങ്ങനെയും പോകും. ഒരാള് പിന്നെ വന്ന് കട്ട് ചെയ്തിട്ട് പോകും. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അവര് ഫുഡ് ഉണ്ടാക്കിയത്. ഷെഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അല്ല പറയല്ലേ, ഇതൊരാളുണ്ട്, വേറൊരാള്. മൂപ്പര് എന്താ ചെയ്യാ, മൂപ്പര് പൊടിയിട്ടും ഇളക്കും. ഇതരിഞ്ഞിട്ടില്ലേ, അത് നമുക്കാർക്കും കുക്കിംഗ് അറിയില്ലല്ലോ. നമ്മളിങ്ങനെ കേട്ടിരുന്നിട്ട് ഓക്കെ മൂപ്പരെ പഠിപ്പിക്കാനും പറ്റില്ല. അതാണ് എക്സ്പീരിയൻസിനുള്ള ക്രിസ്മസ് ഓർമ്മയുണ്ടോ? നമുക്ക് അറിയത്തില്ല. കടകളെല്ലാം ആദ്യം അവരോട് പറഞ്ഞേക്കാം. നമുക്ക് ഇവിടെ ശരിക്ക് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ 2 ദിവസം കട കംപ്ലീറ്റ് ആയിട്ട് അടച്ചിട്ടും നമുക്ക് ഗ്രോസറി വാങ്ങാൻ ഒന്നിനും പറ്റില്ല. ഒരു എല്ലാ പബ്ലിക് ഹോളിഡേസിലും അങ്ങനെയാണ്. ഇപ്പൊ ക്രിസ്മസ് ഇവിടുത്തെ ഒരു മേജർ ഹോളിഡേ ആണ്. അപ്പോ നമ്മൾ വന്ന സമയത്ത് നമ്മള് നവംബർ ആ സമയത്തൊക്കെയാണ് വരുന്നത്. ഇപ്പൊ ഡിസംബറിൽ ജോലി ഒന്നും ആയിട്ടില്ല എല്ലാവരും. ഡിസംബറിൽ അപ്പൊ കയ്യിൽ വലിയ പൈസ ഇല്ല. അപ്പൊ നമ്മൾ ഗ്രോസറിയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് പെട്ടെന്ന് നോക്കുമ്പോ കടയൊക്കെ അടച്ചിട്ടിരിക്കുക. നമ്മൾ ആലോചിച്ചില്ല, നമ്മൾ കട അടക്കമില്ല, നമ്മൾ ആലോചിച്ചില്ല, നമ്മള് മുന്നേ മേടിച്ചു വെച്ചതുമില്ല. അങ്ങനെ ആ സമയമായപ്പോ കട അടച്ചു. നമ്മൾ അന്ന് നിന്നിട്ട് ഈ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വാർസോയിൽ വരുന്ന എല്ലാ മലയാളികളും വന്നിട്ട് താമസിക്കുന്ന അപ്പാർട്ട്മെന്റാ. അപ്പൊ അവിടെ പണ്ട് തൊട്ടുള്ള അരിപ്പൊടി ഗോതമ്പും നമ്മളവിടെ പരതാൻ തുടങ്ങി എന്തൊക്കെയാ ഉള്ളത് എന്നൊക്കെ നോക്കിയപ്പോ കുറച്ച് അരി കണ്ടു. അരി എടുത്തിട്ട് അരിപ്പൊടി കണ്ടു. അരിപ്പൊടി നമ്മള് എന്തൊക്കെയോ ഇട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കി. അതിനെന്താ ഓണത്തിനൊക്കെ കിട്ടുന്ന ഒരു ഉണ്ടല്ലേ ഉണ്ട? ഇല്ല അങ്ങനത്തെ ഓണത്തിന് ഒരു സാധനം ഉണ്ടല്ലോ കിട്ടും. ഓണത്തിന് ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന്റെ പേരെന്താ? ഉപ്പേരിയൊക്കെ കൂടെ ശർക്കര വരട്ടിയോ? അല്ല പിന്നെ എന്നാ ഉണ്ട്? ഓണത്തിന് എന്തുണ്ടാടാ? എന്തുണ്ട് ഓണത്തിനുണ്ട എന്താന്നുള്ളത് അത് പൊട്ടിത്തെറിച്ച് ഓർമ്മയുണ്ടോ? ഇത് വറുത്ത് കറി ഉണ്ടാക്കാണ്ട് അരി ഉരുട്ടി
ഇപ്പൊ ഓർമ്മ വന്നില്ലേ? അത് പറയാൻ പറ്റില്ല. അതിലിട്ട് പൊരിച്ചിട്ട് അതൊക്കെ കഴിച്ചു. അത് കഴിച്ചു. എന്നിട്ട് വിശപ്പെന്ന് വെച്ചിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം. അതൊക്കെ പിന്നെ നമ്മള് റിസർച്ച് നമ്മൾ ഈ സമയം വെളിച്ചം കുറവാണ്, അതാണ് ഏറ്റവും ഡിപ്രോ വന്നപ്പം അല്ലേ. ഉണ്ടായത് ആ കാര്യത്തില്. അത് കാണുമ്പോ തന്നെ നമുക്ക് ഇപ്പോഴാ ഒരു സമയമാണ്, നമുക്ക് വെളിച്ചമില്ലെങ്കിൽ ഭയങ്കര ഡിപ്രസിങ് ആണ്. അങ്ങനെ അവിടുത്തെ ഓരോ കഥകള്. അവിടെ അങ്ങനെ 10 പേര്. പക്ഷെ നമ്മള് ബാക്കി ഇവിടെ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ അവർ അടിച്ചു പിരിയൊക്കെ ചെയ്യും, എന്തെങ്കിലും കാര്യം നമ്മൾ ഒരു അടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ സത്യം പറഞ്ഞാൽ 10 പേരിൽ ഒതുങ്ങിപ്പോയി നമ്മൾ. സത്യം പറഞ്ഞാൽ എത്ര വർഷത്തോളം അല്ലേ. 10 നമ്മള് വേറെ ഒരു പരിപാടി പോയി നമുക്ക് പരിപാടി ഉണ്ടാകേണ്ട കാര്യമില്ല. 10 പേര് ഓൾറെഡി ഉള്ളതുകൊണ്ട് അവിടെ തന്നെ പരിപാടി ഇൻക്ലൂഡ് ചെയ്തൊരു പരിപാടി ഉണ്ടാക്കേണ്ട കാര്യം നമുക്ക് വന്ന്. ആ സമയത്ത് ഇവിടെ ഓണപരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും നമ്മളെ അറ്റൻഡ് ചെയ്യും. നമ്മള് ഓണപരിപാടി വീട്ടിൽ തന്നെ ആയിരുന്നു. നമ്മളെ ഓണത്തിന് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല. അന്ന് ജോലി കിട്ടിയിട്ട് ജോലി എനിക്ക് പാർട്ട് ടൈം ജോബ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒത്തിരി അന്വേഷിച്ചു പോയി. അപ്പോൾ ഫസ്റ്റ് ടൈം കൂട്ടത്തിൽ പാർട്ട് ടൈം ജോബ് കിട്ടുന്നത് ഷെഹിനാണ്. ഷെഹിന് ഇതുപോലെ വന്നിട്ട് പറയും എനിക്ക് ഇതുപോലെ ബർഗർ ഷോപ്പിൽ ജോബ് കിട്ടി. ആ സമയത്തൊക്കെ നമ്മള് വിശന്നിരിക്കുക വീട്ടില്. ജിതിന് പറയുന്നത് എന്നും രാവിലെ വൈകുന്നേരം പോകുന്നതിനും ഒന്ന് തിരിച്ചു വന്നാലും ഷെയ്നെ പൈസ പോലും വേണ്ട, ബർഗർ കിട്ടിയാല് ഞാൻ ഷെഹിൻ ജിതിലിന് ജോലി മേടിച്ച് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് റൂമിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് എനിക്കാണ് ആദ്യമായിട്ട് കഥ പറയാല്ലോ ഇരിപ്പില്ല. അപ്പം അതും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നോണ്ട് അപ്പം രണ്ടുപേർക്ക് ഒരുമിച്ച് ജോലി കിട്ടുന്നില്ല. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമേ കിട്ടുന്ന ജോലിക്ക് പോകാം, അത് കഴിഞ്ഞിട്ട് അടുത്തതിന് നിനക്ക് പോകാമെന്നു. അപ്പൊ ആദ്യമേ എനിക്ക് ഒരു സുഹൃത്തൊരു ജോലി മേടിച്ചു തന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നു, കടയൊക്കെ കണ്ടു, പുള്ളി സംസാരിച്ചു, നമ്മൾ ജോലിക്ക് കയറി. ഇതാണ് ജോലി, കബാബ് ഷോപ്പാണ്. അപ്പൊ ചെന്നപ്പോ തന്നെ പറഞ്ഞു മീറ്റ് വെട്ടാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, വാഷിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എല്ലാം ഓക്കെ ആണ്. നമ്മൾ ആദ്യത്തെ ദിവസം അവിടെ പണി ചെയ്തു. അപ്പൊ ആദ്യത്തെ ദിവസം സാലറിയുടെ കാര്യങ്ങളോ ഒന്നും പുള്ളി സംസാരിച്ചൊന്നുമില്ല. കാരണം ആദ്യത്തെ ദിവസം തന്നെ നമ്മളെ പണി കണ്ടിട്ടാലല്ലേ, ട്രയൽ ഡേ അല്ലേ. അപ്പൊ ഞാനും അങ്ങോട്ടൊന്നും സംസാരിച്ചില്ല. സെക്കൻഡ് ഡേ ആയപ്പോ ചെന്നപ്പോ തന്നെ പുള്ളി ഭയങ്കര ഹാപ്പി, പുള്ളി ഷേക്കാനൊക്കെ തന്നത് എപ്പോഴും ചിരിച്ചോണ്ടുള്ള സംസാരം. പിന്നെ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ വരുമ്പോ തന്നെ രാവിലെയും കബാബ് കഴിച്ചോ രാത്രിയും കബാബ് കഴിച്ചോ എന്നാ പറയുന്നത്. ഫുഡ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടായി കഴിക്കാം, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പുള്ളി വന്നിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. വർക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല ഹാർഡ് വർക്കറാണ് എന്നെല്ലാം പറഞ്ഞു. അന്നത്തെ സമയത്ത് പോളണ്ടിലെ ബേസിക് പേ എന്ന് പറയുന്നത് തന്നെ 10 സ്ലോട്ടിയാണ്. ബേസിക് 10ആണ് എന്റെ ഓർമ്മയില്. എന്റെ ഓർമ്മയിൽ അത് 10ആണ്. അന്ന് ബേസിക് 10 ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ രാവിലെ തൊട്ട് ഇത്രയും പണി എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പുള്ളി ഒരു 8 ഒക്കെ തരും എന്നുള്ളൊരു പ്രതീക്ഷയില്. പക്ഷെ പറഞ്ഞു വിട്ട ആൾ എന്നോട് പറഞ്ഞത് 10 സ്ലോട്ടി കൺഫേം എന്ന് പറഞ്ഞിട്ട് തന്നെ വിട്ട്. അവിടെ ചെന്നു. അടുത്ത രണ്ടാമത്തെ ദിവസം ഒരു പകുതിയൊക്കെ ആയപ്പോ തന്നെ സാലറിയുടെ കാര്യമൊക്കെ സംസാരിച്ചു തുടങ്ങി. വർക്കെല്ലാം കൊള്ളാം, അടിപൊളിയാണ്. ഇപ്പം ബേസിക് 5 സ്ലോട്ടി 5 സ്ലോട്ടി നിന്റെ വർക്കൊക്കെ കൊള്ളാം, അടിപൊളിയാണ് നീ എന്ന് പറഞ്ഞു. കെബാബ് എല്ലാം വെട്ടുന്നുണ്ട്, റോൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 സ്ലോട്ടി പെർ അവർ തരും. പിന്നെ ഇൻക്രിമെന്റ് ഉണ്ട്, ഉടനെ തന്നെ ഇൻക്രിമെന്റ് ഉണ്ട്. ഈ കട ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് പോളിഷൂടെ പഠിച്ച് നീ കസ്റ്റമറെ ഡീൽ ചെയ്ത് തുടങ്ങുമ്പോ നിനക്ക് ഞാൻ 6.5 സ്ലോട്ടി തരും. ഞാൻ ഇത് കേട്ട ഉടനെ തന്നെ ജിതിലെ വിളിച്ചിട്ട് പറയും, ജിതിലെ ഇവിടെ സീല ഈ പുള്ളി ഇങ്ങനെയൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സമയം നോക്കിയപ്പോ ഏകദേശം വൈകിട്ടായി. എനിക്ക് കട ക്ലോസ് ചെയ്യുമ്പോഴേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. രാത്രി 10 മണിയൊക്കെയാണ് കട ക്ലോസ് ചെയ്യുമ്പോ. ഞാൻ അപ്പൊ തന്നെ ഇയാളോട് പറഞ്ഞ് എനിക്ക് വീട്ടിലെ താക്കോൽ ഒരു ഫ്രണ്ടിന്റെ അത് മേടിക്കണം, എനിക്ക് സ്കിപ്പ് ഇടണം അവിടെ അപ്പൊ തന്നെ. കാരണം അന്ന് മൊത്തം കൂടെ പണി എടുത്തിട്ട് 5 സ്ലോട്ട് മേടിക്കണം. വൈകിട്ട് ലാസ്റ്റ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ സിക്ക. അപ്പൊ തന്നെ ഉണ്ടല്ലോ ഇവനെ വിളിച്ചിട്ട് ഞാൻ പറയാം, ഞാൻ ഒന്ന് ഇറങ്ങിയേക്കട്ടെ എന്ന് ചോദിച്ചു. നീ ഇങ്ങ് പോയി 5 സ്ലോട്ടിക്കൊന്നും പണിക്ക് ഇരിക്കണ്ട, പോരെന്ന് പറയുന്നതിന്റെ കൂടെ എത്തി പോരുമ്പോ ഒരു 2 കബാബ് കൂടെ കൊണ്ടുവന്നേക്കണം. അപ്പൊ ഏതായാലും ഇറങ്ങുമല്ലേ, ഞാൻ പറഞ്ഞു വൈകിട്ടത്തേക്കുള്ള ഫുഡ് കൂടെ എടുക്കുക. അങ്ങനെ 2 കബാബ് കൂടെ എടുത്തിട്ട് സീ യു ടുമോറോ എന്ന് പറഞ്ഞിട്ട് അവിടെ 3 ദിവസത്തെ പൈസയും പോയിക്കോട്ടെ. പൈസയും പോയി. പിന്നെ ഞാൻ അങ്ങോട്ട് പണിക്ക് പോയിട്ടുമില്ല. ഇവനാണ് ആദ്യമേ ജോലിക്ക് പോകുന്നത്. പിന്നെ ഈ വഴി ഇവൻ അവിടെ കയറി. അത് കഴിഞ്ഞിട്ട് ഇവനെ കയറ്റി. അത് കഴിഞ്ഞ് ഞാനും കയറി. നിങ്ങൾ മെക്കി. എന്നിട്ട് അന്നത്തെ ഇപ്പൊ
അന്നത്തെ ജോലിനെ പറ്റിയൊക്കെ പറയാം. ഒബ്വിയസ്ലി പാത്രം കഴുകുക എന്നൊക്കെ പറഞ്ഞ അന്ന് അവിടെ ഒരുത്തനുണ്ടായിരുന്നു, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. നമ്മള് സ്ഥിരം പ്രേക്ഷകർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ. പേര് ഞാൻ പറയുന്നില്ല. മലയാളം അറിയാത്തോണ്ട് കുഴപ്പമില്ല. അവനെ പോലൊരു സൗണ്ട് എടുക്കല്ലോ. അവനെ പോലൊരു റേസിസ്റ്റ്. അവന് ഇവിടുത്തെ ഈ ഫുട്ബോള് ആരാധകരുടെ ഒരു main, ഞാനൊരു episode പറഞ്ഞിട്ടുണ്ട്. അവനാണെങ്കിൽ ഇവിടുത്തെ മെയിൻ ഇതിന്റെ ഒരു തലവനും കൂടെ ആയിരുന്നു. അവൻ ഞങ്ങളെയൊക്കെ മൗഗ്ലി എന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൈകൊണ്ട് ആഹാരം കഴിക്കുന്നതൊന്നും ഇവന്മാർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇല്ല, എന്റെ പേര് ഇവന്മാർക്ക് സംസാരിക്കാൻ പറ്റാത്തോണ്ട് തോമക് എന്നെ വിളിച്ചോണ്ട്. നീ തോമക്, ഞാൻ ഹാരി പോട്ടർ കർണാടക വെച്ചോണ്ട് തോമക്, നീ തോമക്. എന്നെ എന്തൊക്കെയോ തെറിയും. ഇവിടെ തെറി മാത്രമാണ്. അതൊക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം വിളിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ന്യൂ ഇയർ നൈറ്റില്, ന്യൂ ഇയറിന് അന്ന് നാട്ടിലപ്പം നമ്മുടെ ഒരു 7:30 ആകുമ്പോ നാട്ടില് ന്യൂ ഇയർ ആയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ന്യൂ ഇയർ സമയത്ത് എന്നെ കൊണ്ട് അവൻ കക്കൂസ് കഴുകി. അതിന്റെ ഒരു ട്രോമ എനിക്ക് ആ ഒരു വർഷം തന്നെ ഉണ്ടായിരുന്നു. നമ്മള് നാട്ടിലെ കൂട്ടുകാരൊക്കെ അടിച്ചു പൊളിക്കാൻ ന്യൂ ഇയറിന്. അപ്പം അവിടെ ഒടുക്കത്തെ തിരക്കോ അല്ലേ? ഈ പറഞ്ഞ വ്യക്തിനെ ഇപ്പൊ ഞാന് പോർക്ക് കഴിക്കില്ല, അപ്പൊ കഴിക്കില്ല. അപ്പൊ ആ സമയത്ത് ഇവൻ സ്പെസിഫിക്കലി നമ്മള് ഫുഡ് ഇവരടുത്ത ചോദിക്കാം, മാനേജറടുത്ത ചോദിക്കാം വർക്കിന്റെ ഇടയിൽ ലഞ്ച്. അപ്പോൾ സ്പെസിഫിക്കലി ഇവൻ അന്ന് ബർഗറിന് പകരം അവന് ഈ ഫുഡ് അന്നത്തെ അവിടുത്തെ ലഞ്ച് ഇവരത് കൊണ്ടുവന്നു. അന്ന് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരാളുണ്ടായിരുന്നു, മെയിൻ ഹെഡ്. അതൊരു നല്ല മനുഷ്യനായിരുന്നു. എന്നിട്ട് മൂപ്പര് ഇയാളടുത്ത് പറഞ്ഞു, മാനേജറെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, എന്താണ് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ഒക്കെ ചെയ്തു. പറയുന്നത് ഇന്ന് ഇതാ ഫുഡ് എന്നാ പറയുന്നത്. അത് എന്ന് ഇതാണ് ഫുഡ്, നമ്മളത് കഴിക്കുന്നത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഇന്ന് വർക്കേഴ്സിനുള്ള ഫുഡ് ഇതാണ്. അല്ല എനിക്കറിയാം, നമ്മള് അങ്ങനെ കുറെ ട്രീറ്റ് ചെയ്തിട്ട്. പിന്നൊരു കാര്യം എന്താ വെച്ചാ, അവന് കുറച്ചു കാലം കഴിഞ്ഞപ്പോ നമ്മുടെ ഭയങ്കര ഈ സംഭവം തുടക്ക കാലഘട്ടങ്ങളിലായിരുന്നു ഇങ്ങനെ നടന്നത്. പിന്നെ നമ്മൾ എന്താണെന്നും നമ്മുടെ രീതി, നമ്മുടെ വർക്ക്, നമ്മുടെ പെരുമാറ്റം, പോളിഷ് കൂടി കുറച്ച് പഠിച്ചതോട് കൂടി റെസ്പെക്ട് നമുക്ക് ആ ടൈം തൊട്ട് ആള് നേരെ മാറി. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ പഴയ ആളാണോ ഇത് നമ്മുടെ വീട്ടില് അങ്ങനെ. ഇവൻ തന്നെ ഒരു ദിവസം ഞങ്ങളെ എന്നെ അൻഷാനെയും അവന്റെ സ്ഥലത്തോട്ട് വിളിച്ചിട്ട് അവൻ ബിയർ അടിച്ചോണ്ടിരുന്ന് അവന്റെ വിഷമം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരെ എത്തി നിൽക്കുന്നതായിരുന്നു. നമ്മള് വരുന്ന സമയത്ത് പറഞ്ഞ ഇവരും അധികം ഇന്ത്യക്കാരില്ല. ഉള്ള ഇന്ത്യക്കാര് പറഞ്ഞ ഇങ്ങനെ എന്തെയും ജോലിയൊക്കെ ചെയ്ത് നടക്കണം. അപ്പൊ അവർക്കൊരു താഴ്ന്ന രീതിയിൽ കാണാൻ മെന്റാലിറ്റി ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ബംഗാളികളൊക്കെ ചില ആൾക്കാർ ട്രീറ്റ് ചെയ്യാനൊക്കെ പോലെ തന്നെ. അതുകൊണ്ട് ബംഗാളികളെ നല്ല രീതിയിൽ അല്ല, അവരൊന്നും നമ്മുടെ അവര് ജോലി ചെയ്യുന്നു, അതിന് നമ്മൾ പൈസ കൊടുക്കുന്നു, അല്ലാണ്ട് അതൊരു ലെവലായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓരോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് പക്ഷെ നാട്ടില് അവരൊരു സെക്കൻഡറി ആയിട്ട് തന്നെ അങ്ങനെ കാണുന്നത്. സെയിം സംഭവമാണ് നമ്മൾ ഇവിടെ വരുമ്പം ഇവരുടെ ഇത് നമുക്ക് മനസ്സിലാകുന്നത്. അതെ, സ്പെഷ്യലി ഇത് ലേബർ മാർക്കറ്റിലാണ് ഇത് കൂടുതലായിട്ട് നടക്കുന്നത്. എനിവേ, അപ്പൊ അതൊരു കാലം. അങ്ങനത്തെ ജോലി അതപ്പോ നമ്മള് തുടക്കത്തിൽ പറഞ്ഞാൽ ഇപ്പൊ ജീവിതം എത്ര മാറിയില്ലേ നമ്മുടെയൊക്കെ. നമ്മളന്ന് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മള് മൂന്നാളും ഒപ്പം നിന്ന സമയത്ത് നമ്മള് വീട് ഒരുമിച്ച് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ആഫ്രിക്കാൻസ്കയില് 10 പേരായിട്ട് താമസിക്കുമ്പോ ഒന്നിനും ഫ്രീഡം ഉണ്ടാവൂല. അതായത് നമ്മൾ 10 പേര് എവിടെ പോലും ആൾക്കാരാ. അവിടെ പോകുമ്പോ കിച്ചണിലപ്പോ പോകുന്ന 5 ആൾക്കാർ എപ്പോഴും ആൾക്കാരാ. അപ്പൊ നമ്മളിങ്ങനെ എപ്പോഴും നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു നമുക്കൊരു നല്ലൊരു വീട്ടിൽ താമസിക്കണം. അങ്ങനെ മാറിയത് ഒരു ലക്ഷറി ഫ്ലാറ്റിലോട്ടായിരുന്നു. അവിടെ മാറി അവിടെ അങ്ങനെ താമസിക്കുമ്പോൾ നമുക്ക് ഇൻകം ഇതേമായിട്ടുള്ള ജോലികളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളൊന്നും കൂടെ ഒരു പടി മുന്നോട്ട് നമ്മളെ കംഫർട്ട് സോൺ മാറി, നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യണു. വീട് തപ്പി വേറൊരു ലൊക്കേഷനിലേക്ക് മാറി. എനിക്ക് ഓർമ്മയുണ്ട്, ഇവര് വീട് മാറിയിട്ട് ഒരു ഹൗസ് വാമിംഗ് എന്നുള്ള സെറ്റപ്പിൽ ഞാൻ വന്ന് ഫ്രിഡ്ജ് അങ്ങോട്ട് തുറന്നപ്പോ ഫ്രൂട്ട്സ് ശമ്പളം കിട്ടുന്നുള്ളൂ. ശമ്പളം കിട്ടുന്ന ആ ഒരു സമയത്ത് നമ്മളെ വിളിച്ചത്. ഞാൻ വന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോ
ഫ്രൂട്ട്സ്, ജ്യൂസ്, മീറ്റൊക്കെ കോള വേണ്ട, പെപ്സി വേണ്ട, എല്ലാ ചോദിച്ചിട്ടാ കൊടുക്കുന്നത്. എല്ലാ ഐസ്ക്രീം ഉണ്ട്, വാനില ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. എല്ലാ രീതിയിലുള്ള സെറ്റപ്പ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇവര് ലൈഫായി ശമ്പളം വാങ്ങി നിറയ്ക്കും. അൻഷാദ് അന്ന് നാട്ടിക്ക് വീഡിയോ കോൾ അങ്ങനെ ചെയ്യാ, വിളിച്ചിട്ട് കാണിച്ചു ഇന്നിങ്ങനെ എന്താ, ഇന്നിപ്പോ നമ്മള് ചിക്കനാണോ മട്ടനാണോ തീരുമാനിച്ചിട്ടില്ല. ഓട്ടോ ഉണ്ട്, പക്ഷെ ഞാൻ ഇന്ന് കഴിക്കില്ല. അതൊക്കെ ഒരു കാര്യം. അന്ന് നമ്മള് ഭയങ്കര, പിന്നെ നമ്മൾ ഈ ജോലി നമ്മള് വർക്ക് ചെയ്യണം, അന്ന് ക്ലബിൽ വർക്ക് ചെയ്യണ സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുതലാളിമാരുടെ ഒക്കെ ഒരു 100-1 ഉണ്ടാവുള്ളൂ. പക്ഷെ അവരിടുന്ന ഡ്രസ്സൊക്കെ കണ്ടിട്ട് നമ്മൾ പോയി ഓർഡർ ചെയ്ത് അന്നേ ചെയ്തു വന്നോണ്ടിരുന്ന കാര്യം ഇതാ, നമ്മള് ചിന്തിക്കുന്ന എല്ലാം വേറൊരു രീതിയിലാ. നമുക്ക് കിട്ടുന്നതിനകത്തല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ അന്ന് തൊട്ടേ അങ്ങനെ. പക്ഷെ ഇപ്പോഴും ചിന്ത അത് തന്നെ. എനിക്ക് ഓർമ്മയുണ്ട്, ചിന്ത മാറി. ഓണറിന്റെ ഷൂ കണ്ടോ, ആ മോഡൽ അതായിരുന്നു. മേടിച്ചിട്ട് അവിടെ തന്നെ പോയിട്ടുണ്ട്. അതെ. അല്ല, അങ്ങനത്തെ ആഗ്രഹമായിരുന്നു. ഇപ്പൊ നമ്മൾ അവിടെ അങ്ങനെയൊക്കെ ജീവിച്ച് ഇപ്പൊ നമ്മള് ലൈഫ് സ്റ്റാൻഡേർഡ് എത്ര മാറി. ഈ ഇപ്പൊ എന്താ ചെയ്യുന്നത് അവിടെ, ഗസ്റ്റ് മാനേജർ ആയിട്ടുള്ള അതൊക്കെ നല്ല ഗ്രോത്ത് തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ പരിചയമുള്ള ഒരേ സ്ഥലത്ത് നിന്ന് ഇപ്പൊ നല്ല നമുക്ക് എന്താ എല്ലാ അവർക്ക് ട്രസ്റ്റ് ഏൺ ചെയ്തു. അവർക്ക് ഒരു പണ്ടത്തെ ആ രീതിയിലല്ല എല്ലാം ട്രീറ്റ് ചെയ്യണതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇവര് ഇവിടെ നിന്നോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് അവർക്ക് തന്നെ ബാക്കിയുള്ള ആൾക്കാരോടുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറി. ഇപ്പൊ പുതിയ വരുന്ന ആൾക്കാരടുത്ത് അവരങ്ങനെ ട്രീറ്റ് ചെയ്യില്ല. നമ്മള് ഇപ്പം എത്ര നാള് നമ്മൾ നിന്നതിന്റെ ഒരു വിശ്വാസവും നമ്മുടെ പെരുമാറ്റവും ഈ സംഭവമാണ് ബാക്കിയുള്ളവർക്ക് കിട്ടുന്നത്. ആദ്യം വരുന്നവർ എന്താണോ കാണിച്ചു വെക്കുന്നത് ബാക്കിയുള്ളവർക്ക് കിട്ടുന്നത്. അതാണ് കാരണം. നമ്മളെക്കാട്ടിലും മുന്നേ നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്തുണ്ടല്ലോ വേറെ കുറെ ആൾക്കാർക്ക് പണി കൊടുത്തിട്ട് അങ്ങനത്തെ സംഭവങ്ങൾ ബാക്കി വരുമ്പോൾ നമ്മളെയും ബാധിക്കും. ഇന്ത്യക്കാർ എന്നുള്ളൊരു സംഭവത്തിലാണ് ഇത് വരുന്നത്. അതാണ് ഒന്നാമത് ഇന്ത്യക്കാര് നാട്ടിന് യൂറോപ്പിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ അവിടെ വെക്കുക, ഇവിടെ വരുമ്പോ ഇവിടുത്തെ ഒരു രീതിയിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കും. അതെ, വല്ലാണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കൾച്ചറും ട്രഡീഷനും ഒക്കെ ഇവിടുത്തെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ അടിച്ചേൽപ്പിക്കാനൊന്നും ശ്രമിക്കാൻ പാടില്ല. നമുക്ക് ചില ആൾക്കാരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഇവര് സംസാരിക്കുമ്പോഴൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിനെ പ്രൊമോട്ട് ചെയ്തോണ്ട് ഇങ്ങനെ സംസാരിക്കും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്, അതാ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിൽക്കുന്നതിന് ഒരു കാരണം ഉണ്ടല്ലോ. നമ്മുടെ കൾച്ചർ നമ്മള് കീപ് ഇറ്റ് അറ്റ് ഹോം. ഇവരെ അടുത്ത് ഇൻജെക്ട് ചെയ്യാണ്ടിരിക്കുക. ഇവിടുത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, റീൽസിൽ കണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു റൂളിംഗ് പാർട്ടിയിലുള്ള ഒരാള് പോളണ്ടിലുള്ള പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് ഒരു ഇല്ലീഗൽ റെഫ്യൂജീസിനെ എടുക്കത്തില്ല. യൂറോപ്യൻ യൂണിയൻ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇപ്പോഴുണ്ടല്ലോ ഇത്ര റെഫ്യൂജീസ് എല്ലാ കൺട്രീസും എടുക്കണം എന്നുള്ളത്. പക്ഷെ ഇവര് പോളണ്ട് ഇതിനെതിരാണ്. ഇവർക്ക് ഇല്ലീഗൽ റെഫ്യൂജീസിനെ ഇവർക്ക് എടുക്കാൻ താല്പര്യമില്ല. ഇപ്പൊ യുക്രൈൻ വാർ നടന്നപ്പോ ഇവര് അതിൽ നിന്നുള്ള ഇല്ലീഗൽ അല്ല ലീഗൽ ആയിട്ടുള്ള റെഫ്യൂജീസിനെ എടുത്തു. പക്ഷെ ഈ ഇല്ലീഗൽ ആയിട്ടുള്ള റെഫ്യൂജീസിനെ പോളണ്ട് എടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോ ഇവര് ചോദിക്കുന്നുണ്ട് വൈ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന്. അപ്പൊ പറഞ്ഞ് ലുക്ക് അറ്റ് പോളിഷ് സ്ട്രീറ്റ്സ്, ഇവിടെ വളരെ സേഫ് ആണ്. പാരീസിലും ഇറ്റലിയിലും ഒക്കെ കാട്ടിക്കൂട്ടണല്ലേ. അതെ, ഇവിടെ സേഫ് ആണ്. ഇവിടെ ഇതുവരെ ടെററിസ്റ്റ് അറ്റാക്കുകളൊന്നും നടന്നിട്ടില്ല. അപ്പോ അതൊക്കെ കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് പോലും ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല്ലീഗൽ റെഫ്യൂജീസിനെ പോളണ്ട് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇല്ലീഗൽ ആയിട്ടുള്ള റെഫ്യൂജീസ് ഇല്ലീഗലായിട്ട് വരാൻ വർക്ക് ചെയ്യുക, പഠിക്കുക. ലീഗലായിട്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പോ ഇതിന്റെ ഒരു പാർട്ടായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ കൾച്ചർ ഇവർക്ക് ഇൻജെക്ട് ചെയ്യുന്നത് ഇവർക്ക് താല്പര്യമില്ല. ഇപ്പൊ നമ്മൾ വെസ്റ്റിൽ കാണുന്ന പോലെ ഇവിടെ സ്ട്രീറ്റ്സിലൊന്നും ഇവിടുത്തെ ഫംഗ്ഷൻസ് ഒന്നും നടക്കുന്നില്ല. ഇവരെ തേങ്ങ അടിക്കുന്നതും വേറെ ഈ പള്ളി പെരുന്നാളും അതൊന്നും ഇവിടെ പള്ളി പെരുന്നാള് റോഡിൽ കൂടെ പെരുന്നാളിന്റെ ഘോഷയാത്ര എന്തോ അങ്ങനത്തെ സംഭവങ്ങൾ. അതെ, അപ്പൊ അങ്ങനത്തെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ. അവർക്ക് അങ്ങനെ ആവണ്ടെന്നുള്ള ഇതിലാണ്. അത് അവരുടെ രാജ്യമാണ്, അവരുടെ നിയമം. നമ്മളത് റെസ്പെക്ട് ചെയ്ത് നമ്മളൊക്കെ ഇവിടെ ഇത്രയും കാലമായിട്ട് നിൽക്കണോണ്ട് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. നമുക്ക് വളരെ ചുരുക്കമായില്ല. പക്ഷെ ഇപ്പോ ആളുകൾ കൂടുന്നതിനനുസരിച്ച് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആളുകൾ കൂടുമ്പോ അവരുടെ ഫങ്ഷൻസ് ഗ്രാൻഡ് ആക്കാൻ മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ വലുതായില്ല. ഇവിടെ ഇപ്പൊ വലിയ പരിപാടിയാണ്. നമ്മൾ വന്ന സമയത്തുള്ള രീതിയിലല്ലല്ലോ ഇപ്പൊ കാര്യങ്ങൾ. അന്നത്തെ
ഓണത്തല്ല ഇപ്പോഴത്തെ ഓണത്തിന് അങ്ങനെ വരുന്നത്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇതന്നെ നമ്മള് മെസ്സിനെ കാണാൻ പോയപ്പം ഓർമ്മയില്ലേ അതിനകത്തുണ്ടായത്. അടി ആയിരുന്നോ? അടിയുണ്ടായി. അത് ഒരു കാര്യമില്ല അതൊക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ. പിന്നെ ഇതിലെ ഇപ്പൊ നിങ്ങൾ ഗാസ്ട്രോണമി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഗാസ്ട്രോണമി ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്കറിയാം, ഫുൾ ടൈം ഗ്യാസ് ആവും. കാരണം സമയത്തിന് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. നൈസ് കോമഡി ആണത്. വേറെ എന്തൊക്കെയാ ഗ്യാസ്ട്രോണമിയുടെ ജോക്ക് പറഞ്ഞു, പക്ഷെ ഗ്യാസ് വിടണ്ട. അതെ അതെ ഞാനടുത്ത് പറഞ്ഞോ എങ്ങനെയുണ്ട് ആ വർക്ക് ചെയ്യണതിന്റെ നിങ്ങൾ രണ്ടാളും പറഞ്ഞോട്ടോ. എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമയം അതിന്റെ ഒരു കാര്യമാണ്. നമ്മുടെ ഫീൽഡിൽ ഗാസ്ട്രോണമി ഫീൽഡിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് മാനേജേഴ്സ് ആയിട്ട്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുമ്പോൾ മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ സൂപ്പർവൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്ന നല്ല അടിപൊളി വർക്കിംഗ് എൻവയോൺമെന്റും എല്ലാ കാര്യങ്ങളും. നമ്മൾ കാരണം ഇത്രയും കൊല്ലം സെയിം കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് ആ കാര്യത്തിൽ തന്നെ. പിന്നെ ഈ ഗ്യാസ്ട്രോണമി ഫീൽഡിലെ വർക്കും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും നമ്മുടെ ഈ ഒരു സ്ലീപ്പ് സർക്കിൾ ഉണ്ടല്ലോ. നമ്മുടെ ഈ സത്യം പറഞ്ഞാൽ റെഗുലർ ഷിഫ്റ്റ് അല്ല എന്ന് വെച്ചാൽ ഒരു സ്കെഡ്യൂൾ കറക്റ്റ് ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് ഈ മാസത്തെ സ്കെഡ്യൂള് കഴിഞ്ഞ മാസം കിട്ടും. അത് നോക്കിയിട്ടാണ് നമ്മുടെ ഇപ്പം മൺഡേ ടു ഫ്രൈഡേ അങ്ങനെയല്ല. ചില സമയത്ത് നമുക്ക് ചില സമയത്ത് നമുക്ക് 1 വീക്കില് 3 ദിവസം വർക്ക് നടത്തുള്ളൂ. ചില സമയത്ത് 2 ദിവസം, ചില സമയത്ത് 5 ദിവസം വർക്ക്. പക്ഷെ ചില മാസങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും മന്ത്ലി 6 to 7 ദിവസം മാത്രമേ നടത്തുള്ളൂ. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്താ നമ്മുടെ വർക്ക് പോകുന്നത്. സ്പെഷ്യലി എനിക്ക് തോന്നുന്നു സമ്മർ ഒക്കെ ഭയങ്കര ടൈമിൽ വരുന്നുണ്ട്. ടൈമാണ്. അപ്പോ പീക്കല്ലേ. നീ റെഗുലർ വർക്ക് ഷിഫ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. അതോ അതിലാണ് നമ്മളിപ്പം ഈ ഇത് പൊക്കോണ്ടിരിക്കുന്നത്. അത് നല്ല രീതി പെയ്ഡ് ആയത്. ആക്ച്വലി അത് ഒരു നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ അവർക്ക് ഒരുപാട് ഫ്രീ ടൈമും ചില സമയങ്ങളിൽ ചിലപ്പോ ഫ്രീ ടൈം കിട്ടും. എന്നാൽ പീക്ക് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് സ്കെഡ്യൂൾ ചെയ്താണ് ലൈഫ് പിന്നെ പോകുന്നത്. ഇതിനനുസരിച്ചുള്ള ഒരു സ്കെഡ്യൂൾ ഞാനും നമ്മൾക്ക് വീക്കെൻഡിലാണ് ഫ്രീ, നിങ്ങൾക്ക് വീക്കെൻഡിൽ വർക്ക് ഉണ്ട്. അപ്പൊ നമ്മള് കാണലേ ഇല്ലല്ലോ. നേരെ ഓപ്പോസിറ്റാ കാര്യങ്ങള്. അതെ. അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങളത്. നമ്മള് കൊറേ കാലത്തിന് ശേഷമാണ് നമ്മളും കാണുന്നത് അല്ലെ. പിന്നെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മള് കണ്ടത് ഷെയ്ന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് മീറ്റപ്പ് ചെയ്തായിരുന്നു. ഇല്ല മുന്നാണ്. അല്ല കല്യാണം കഴിഞ്ഞിട്ടാ അത്. അല്ല മുന്നാണ് അവസാനം കണ്ടിരിക്കും. വേറെ പിന്നെ ഇവിടെ വന്നിട്ട് ഇതിലെ ഈ 7 വർഷത്തില് രണ്ടാളും ചോദിക്കാം, സത്യസന്ധ പറയണം, എനിക്ക് മറക്കാനാവാത്ത ഒരു സംഭവം എന്താ? മറക്കാനാവാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ ഒരു പെറ്റ് ഇവിടെ വന്നിട്ടായിരുന്നു. അതെ അത് എപ്പോഴും പറയും. എന്റെ ക്ലോസ് ടു ഹാർട്ട്. എനിക്കൊരു കുഞ്ഞു കിളി ഉണ്ടായിരുന്നു, പേര് മിറ്റ്സു എന്നായിരുന്നു. അല്ല, അത് ഒരു ജാപ്പനീസ് നെയിമാണ്, മിറ്റ്സുഹാന്ന് ഷോർട്ടാക്കി മിറ്റ്സു എന്നാക്കി. അപ്പം ആ കുഞ്ഞു കിളി എന്റെ കൂടെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഓക്കെ അല്ലേ? അതെ. അത് ഇതുപോലെ ഞാൻ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നു. ഒത്തിരി ഫുള്ള് മെച്ചുവർ ആയിട്ടില്ല, കുഞ്ഞിലെ നിൽക്കുന്ന സ്റ്റേജിൽ തന്നെ. എന്റെ കൂടെ ഒരു 3 മാസം ഉണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞിട്ട് ഇതേപോലെ ഞങ്ങള് അൻഷാദ് പോകാൻ സമയത്ത് വന്നു, നാട്ടിൽ നിന്ന് വന്നു സമയത്ത് ഞങ്ങളൊന്ന് പാരീസിൽ പോയതാ. പാരീസിൽ പോയിട്ട് ആ സമയത്ത് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ പാരീസിൽ പോയി, ഇതെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഡേ തിരിച്ച് ഞങ്ങൾ വരാൻ വേണ്ടി ഈഫിൽ ടവറിന്റെ അവിടെ ഞങ്ങൾ ഇങ്ങനെ പരിപാടിയൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം എനിക്കൊരു ഫോൺ കോൾ വന്നു, ഇന്ന പോലെ എടാ മിറ്റ്സു മരിച്ചു പോയിന്ന്. ഇത് കേട്ടപ്പോ ഞാൻ പോയി. അപ്പം ഇത് എങ്ങനെ ഇവന്റെ അടുത്ത് പറയുന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പം ബാക്കിയുള്ളവരെല്ലാരും ഇവന്മാര് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ചെന്ന് പറഞ്ഞു മിറ്റ്സു മരിച്ചെന്ന്. അയ്യോ, അപ്പം അവിടെ ഉണ്ടായ ഞാൻ കരഞ്ഞോണ്ട് 1 കിലോമീറ്റർ ഓടി ആ സമയത്ത്. കാര്യം അപ്പം ചോദിക്കുന്നുണ്ട്, ചുമ്മാ അല്ലല്ലോ എന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട്. അതോടെ ആ പോയ ട്രിപ്പ് അന്ന് തന്നെ മൊത്തത്തിൽ അന്ന് പാക്കപ്പ് ആയിരുന്നു. അന്ന് ഇത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷം അവിടെ കൊണ്ട് തീർന്നു. അതായത് അതിനൊന്ന് ഓവർകം ആയി വരാൻ കുറെ സമയം എടുത്തു. അതാണ് എനിക്ക് മറക്കാൻ പറ്റുന്നത്. അതാണ് ഇവിടുത്തെ മറക്കാൻ പറ്റാത്ത ഒരു. പക്ഷെ അത് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട്, ആ ഒരു പെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്റെ ആദ്യത്തെ പെറ്റല്ലേ, അത്ര ക്ലോസ് ടു ആയിട്ടല്ലേ. അൻഷാദിന്റെ എന്താ എങ്ങനെ ഒരു അനുഭവം?
അനുഭവം ഇവിടെ വന്നോണ്ട് കണ്ടൊരു ഒരു മെമ്മറബിൾ മൊമെന്റ് എന്താണ്? എല്ലാ ഓരോ മെമ്മറീസ് ആണ്. എന്റെ മെമ്മറി ഞാൻ പറഞ്ഞുതരാം. ഇവന്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇവൻ ഇതുപോലെ വിസ എക്സ്പയർ ആയി പിന്നെ നാട്ടിൽ പോകേണ്ട അവസ്ഥ വന്നു. അതായിരുന്നു എന്റെ എന്റെ ട്രാജഡി അല്ല ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ മെമ്മറീസ് എല്ലാം സത്യം പറഞ്ഞ ട്രാജഡിയിലോട്ടാ പോകുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ടും 3 കൊല്ലം നിന്നിട്ടും എനിക്ക് ആകെ ഒരു കാർഡാണ് കിട്ടിയത്. ആ ഒരു കാർഡ് അവര് തന്നത് 1 മാസത്തേക്ക്. ആ 1 മാസം ഞാൻ നാട്ടിൽ കൂടെ തിരിച്ചു കാർഡ് കൊടുത്തു. 1 മാസത്തേക്ക് അവർ കാർഡ് എന്ന് പറയുന്നത് ടെമ്പററി റെസിഡൻസ് റെസിഡൻസ് ആണ്. അതെനിക്ക് 1 മാസം, അതായത് സമരമൊന്നും കാടേ കണ്ടിട്ടില്ല. സ്റ്റുഡന്റിന്റെ സമയത്ത് സൗകര്യം കാർഡ് കിട്ടിയിട്ടില്ല. ഒരു മാസം കാർഡിനും കിട്ടി. അത് എന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതായിരുന്നു. അവന് കാർഡേലും ഇല്ലല്ലോ, എനിക്ക് 1 മാസത്തേക്ക് കിട്ടിയില്ലേ. ആ 1 മാസത്തെ കാർഡ് കിട്ടിയപ്പോ ഞാൻ നേരെ നാട്ടിൽ പോയി തിരിച്ച് റിട്ടേൺ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്ലൈ എല്ലാം ചെയ്തിട്ട് പിന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. കോവിഡിന്റെ ടൈമൊക്കെ ആയപ്പം എന്റെ സ്റ്റുഡന്റിന്റെ ഇതെല്ലാം കഴിഞ്ഞു. ആ സമയത്തേക്ക് എനിക്ക് പിന്നെ ഇവിടെ ലീഗൽ സ്റ്റേ ഇല്ലല്ലോ. അപ്പൊ എനിക്ക് നാട്ടിലോട്ട് പോകേണ്ടി വന്നു. നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് വരാനുള്ള പേപ്പേഴ്സ് എനിക്ക് വർക്കിംഗ് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പേപ്പേഴ്സ് എല്ലാം തന്നു. അവിടെ നിന്ന് 1 കൊല്ലം ഞാൻ നാട്ടിൽ സ്റ്റക്കായി. എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഈ കോവിഡിന്റെ ടൈം, വിസയുടെ പ്രശ്നങ്ങള്, പിന്നെ തിരിച്ച് ഞാൻ വരാൻ പോകുന്ന വർക്കിന്റെ ബേസിലാണ് വരുന്നത്. അങ്ങനെ ഒരു 1 ഇയർ അതായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായ ഒരു മറക്കാൻ പറ്റാത്തൊരു മെമ്മറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പൊ ഫുള്ള് സാഡ് മെമ്മറീസ് ആണ് അല്ല. പിന്നെ ഹാപ്പിനെസ് മെമ്മറി നമുക്ക് ഫുള്ള് മെജോറിറ്റി ഹാപ്പി തന്നെയാണ്. ഈ സാഡ് ആയിട്ടുള്ള 2 ഇൻസിഡന്റ് ആവും നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും നിൽക്കാൻ മറക്കാൻ പറ്റാത്ത. മെയിനായിട്ടുള്ളൊരു ഇത് തന്നെ അല്ലേ. ഈ അന്ന് കുറെ കഷ്ടപ്പെട്ട് ഞങ്ങള് നാട്ടിലായിരുന്നു. ഇവനെ കണ്ടപ്പോ നമ്മള് ഒരു ട്രിപ്പ് ഒക്കെ പോയതാണ്. അന്ന് ഇപ്പം പറഞ്ഞു വരണം പക്ഷെ എല്ലാം റെഡി ആയി. അന്ന് നാട്ടിൽ ഇവനും വിഷമത്തിലായിരുന്നു, ഇവിടെ ഞാനും വിഷമത്തിലായിരുന്നു. ഇല്ലാത്തതിന്റെ അതെ അതെ. എനിക്ക് ആ ഒരു ട്രിപ്പിന്റെ കഥയൊക്കെ നമുക്ക് ഇനി കഥകൾ ഒരുപാടുണ്ട്. കുറെ നമ്മളൊപ്പം താമസിച്ചപ്പോഴുള്ളതും അല്ലാതെ യാത്രകളുടെ ഒക്കെ ആയിട്ട് ഒരുപാട് കഥകൾ ഞങ്ങൾ ഇവിടെ ഉണ്ട് എപ്പോഴും. 3 പൂച്ചയുടെ ബാക്കിലായിട്ട് ഞങ്ങൾ പൊളിച്ചിരിപ്പുണ്ട്. 2 പൂച്ചയുടെ. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ താങ്ക് യു. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറഞ്ഞ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കണും ഷെയർ ചെയ്യൊക്കെ പറ. ഷെയർ ചെയ്യണം കേട്ടോ. അല്ല ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ശരി. അപ്പൊ ഗൈസ് ബൈ. താങ്ക് യു. ബൈ ബൈ.